തുറന്നു പറയുമ്പോൾ അവസരം കിട്ടുമ്പോൾ അവർ പറയട്ടെ. മുഖംമൂടികളെല്ലാം അഴിഞ്ഞു വീഴട്ടെ. ഈ റിപ്പോർട്ടിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു നിർമ്മാതാവ് ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചു. അദ്ദേഹം പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചെങ്കിലും അത് നിലനിന്നില്ല. ഒടുവിൽ അയാൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ഈ റിപ്പോർട്ടിനെ ഇല്ലായ്മ ചെയ്യാൻ മറ്റൊരു നടി കൂടി സുപ്രീം കോടതിയെ കക്ഷി ചേർന്നു. റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ചിലരൊക്കെ ആഘോഷമാക്കി. ഭാരതം പത്മശ്രീ കൊടുത്ത് ആദരിച്ച ബാലചന്ദ്ര മേനോനെ പോലും വെറുതെ വിട്ടില്ല. തുണിക്കടയിൽ പാവയ്ക്ക് ദിവസം തുണിമാറ്റുന്ന പോലെ നിരവധി യുവതികളെ നൂൽ വസ്ത്രമില്ലാതെ നിർത്തിയുള്ളത് ആ നടി കണ്ടെന്ന് കോമഡി പോലെ പറയുന്നു. അങ്ങനെ കോമഡി സ്കിറ്റിന്റെ രീതിയിൽ അവർ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ അദ്ദേഹം അപമാനിതനാകുന്നു. മാനം തിരിച്ചു പിടിക്കാൻ അദ്ദേഹം കോടതിയെ ആശ്രയിച്ചു. കോടതി ബാലചന്ദ്രനൊപ്പം നിന്നു. ഇത്തരത്തിൽ കള്ളക്കേസുകൾ കൊണ്ടുവരുന്നവരെയും ശിക്ഷിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. മലയാള സിനിമയിലുള്ള എല്ലാവരും പ്രശ്നക്കാരല്ല. അങ്ങനെയുള്ളവരെ കണ്ടെത്തി പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.